നമസ്കാരം. രാജ്യം മൂന്നാമതും നരേന്ദ്രമോദിയെ അധികാരത്തിന്റെ ചക്രവർത്തി കസേരയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാജ്യത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെ ഹിറ്റ്ലർ ഭരണത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വെറുത്തു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് മോദി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് വരുമ്പോഴും ജനങ്ങൾ പരവതാനി വിരിച്ച് ആർഭാടത്തോടെ സ്വീകരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ചരിത്രപരമായ മൂന്നാം വിജയം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആധിപത്യത്തെയാണ് പ്രതിഫലിക്കുന്നത്. ആ ശക്തിയാണ് മൂന്നാം തവണയും ഇന്ത്യയിൽ BJP ഭരിക്കാൻ പ്രാപ്തിയാക്കിയത്. ഇന്ന് പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ സുസ്ഥിരതയുടെയും പ്രതീകാത്മകമായി മാറുന്നുവെങ്കിൽ അതോടൊപ്പം BJP സദ്ഭരണത്തിന്റെ പര്യായമായ പാർട്ടിയായി ഉയർന്നുവരികയും ചെയ്തിരിക്കുന്നു. 2024 ഭരണവിരുദ്ധതയുടെ ആഗോള തരംഗം പ്രമുഖ ജനാധിപത്യ രാജ്യങ്ങൾ ആഞ്ഞടിക്കുകയും ഭരണാധികാരികൾ കനത്ത തോൽവികൾ നേരിടുകയും ചെയ്തു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഡെമോക്രാറ്റുകൾ പ്രസിഡന്റ് സ്ഥാനവും പാർലമെന്റിന്റെ ഇരു സഭകളുടെയും നിയന്ത്രണവും നഷ്ടപ്പെടുകയും ചെയ്തു. കൺസർവേറ്റീവ് പാർട്ടിയെ അന്തിമമായി അധികാരത്തിൽ നിന്നും പുറത്താക്കിയതും നമ്മൾ കണ്ടതാണ്. അതുപോലെ ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, പോളണ്ട് എന്നിവിടങ്ങളിൽ ഭരണകക്ഷികൾ സ്ഥാനഭ്രഷ്ടരായി. ഈ ആഗോള പ്രവണതയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരം നിലനിർത്തുക മാത്രമല്ല, ചരിത്രപരമായ മൂന്നാം തവണയും അത് ആവർത്തിക്കുക തന്നെ ചെയ്തു. 2014, 2019 വർഷങ്ങളിലെ അദ്ദേഹത്തിന്റെ വ്യക്തമായ വിജയങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ ജനത മോദിക്ക് വീണ്ടും ശക്തമായ ജനവിധി നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര ഭരണവിരുദ്ധ തരംഗത്തിന് അപവാദമായി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയത്തിലുള്ള BJPയുടെ വിജയങ്ങൾ ഏറ്റവും വലിയ വിജയമായി 2024 അടയാളപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രി മോദി തന്റെ ചരിത്രപരമായ മൂന്നാം വിജയവും ഉറപ്പിക്കുകയും ചെയ്തു. 1962 ശേഷം മറ്റൊരു നേതാവ് തുടർച്ചയായി 3 തവണ വിജയിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ നേട്ടം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലായി മാറുകയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പ് ശക്തമായ വോട്ടർ സഹകരണവും പൗരത്വ ബോധവുമുള്ള പെരുമാറ്റവും കൊണ്ട് അടയാളപ്പെടുത്തിയ കെട്ടുറപ്പുള്ള ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യ ഉയർത്തിക്കാട്ടി. EVMകൾക്ക് നേരെയുള്ള കരുത്തുകൂട്ടിയ ആക്രമണങ്ങളും കൊടും ചൂടും ഉണ്ടായിരുന്നിട്ടും ആളുകൾക്ക് വലിയ ആവേശമുണ്ടായിരുന്നു. വലിയൊരു ആവേശം ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വൻതോതിൽ വോട്ട് ചെയ്യാനെത്തി. കന്നി വോട്ടർമാർ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ വളരെ ഉത്സാഹത്തോടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേർന്നു. 1996 ശേഷം ആദ്യമായാണ് കാശ്മീരിൽ ഇങ്ങനെയൊരു വലിയ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. ഇത് ജനാധിപത്യ പ്രക്രിയയോടുള്ള വിശ്വാസത്തിന്റെ തിരിച്ചുവരവിന്റെ ഒരു അടയാളമാണ്. ലിംഗപ്രാതിനിധ്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വനിതകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ രാഷ്ട്രീയം കൂടുതൽ സാക്ഷിയായി മാറി. യുവജന പങ്കാളിത്തവും ഗണ്യമായി വർദ്ധിക്കുകയും ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരികയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പ് പൗരന്മാർ അവരുടെ മുൻഗണനകളെയും അവരുടെ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷകളെയും കുറിച്ച് എങ്ങനെ കൂടുതൽ ബോധവാന്മാരായി അതിനെങ്ങനെ എടുത്തു കാട്ടുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യ പക്വത പ്രകടനമാക്കി. 2047 വികസിത ഭാരത് എന്ന കാഴ്ചപ്പാടിന് പിന്നിൽ ജനങ്ങൾ ഉറച്ചു നിന്നു. തങ്ങളുടേത് പക്വതയുള്ള ജനാധിപത്യമാണെന്നും ഇന്ത്യ തെളിയിക്കുകയും തുടർച്ചയായി 3 തവണ അധികാരം നേടി തിരഞ്ഞെടുക്കപ്പെട്ട ആഗോള നേതാക്കളുടെ ഗണത്തിൽ പ്രധാനമന്ത്രി മോദി ഉൾപ്പെടുത്തുകയും ചെയ്തു. 2014 ആരംഭിച്ച ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലെ വിശാലമായ മാറ്റത്തിന്റെ ഭാഗമാണ് തങ്ങളെന്ന് കാണിക്കുന്ന സംസ്ഥാനതല വിജയങ്ങളും 2024 കണ്ടു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ BJPക്ക് സ്വാധീനം നേടാൻ പ്രയാസമായിരുന്ന ഒഡീസ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂട്ടുഭരണ കക്ഷി സാധ്യമായിക്കൊണ്ട് BJP അതിന്റെ സ്വാധീനം വിപുലമാക്കി. കൂടാതെ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ, അതായത് 2024 ഒട്ടനവധി കോൺഗ്രസിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് എത്തുകയും ചെയ്തു.